സിപിഎമ്മിനെ പിന്തുണച്ചിരുന്ന ഭരണപക്ഷ കൗൺസിലർമാർ അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പൊ അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞു കേട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞു കേട്ടല്ല, നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാം. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പൊ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ ആയി തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള എന്താ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. മുന്നോട്ട് തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലറാണ്, 5 വർഷത്തേക്ക് ഒരു കൗൺസിലറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും എന്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം, എക്സാം ഒക്കെ എഴുതണം. അപ്പൊ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് ഇപ്പൊ നിലവിലുള്ളത്. വിമതന്മാർക്കാണോ അതോ 9 പേരുള്ള ഞങ്ങൾക്കാണോ ഭരണം അവർ ഉദ്ദേശിച്ചതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഏതായാലും UDFന്റെ കോൺഗ്രസിന് തന്നെ ഭരിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലായിലില്ലല്ലോ. ഇപ്പോൾ അവർ വിമതരായി പുറത്തു പോകുന്നതിന് മുമ്പ് പോലും ഇല്ല. അപ്പോൾ UDFന്റെ തീരുമാനം ഭരണം പിടിക്കാനാണോ? അങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്താലും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും. ഞാൻ പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം പാർട്ടി തീരുമാനം, മുന്നണി തീരുമാനം അംഗീകരിക്കുന്നവരാണ് പാർട്ടിയുടെ സംരക്ഷകർ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്.